വയ്യാത്തോണ്ട് വീടിനകത്ത് കിടക്കുകയായിരുന്നു. വൈഫാണെങ്കിൽ അടുക്കള ജോലിയായിട്ട് നിൽക്കുന്നു. ഭാര്യയാണെങ്കിൽ ഈ എൻ്റെ മോനാണ് 6 വയസ്സ് തികഞ്ഞിട്ടില്ല. അവൻ തെങ്ങി കയറി തേങ്ങ അടത്തേക്കുന്നു. നമ്മളവനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല, അവൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം നമ്മൾ പറയും. പക്ഷെ അവൻ ഇത്തിരി ആക്ടിവിറ്റി കൂടുതലാണ്. അവൻ ഇപ്പം 2 തേങ്ങയും കൊണ്ട് അകത്ത് എന്നെ കാണിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുപോകുന്നത്. തേങ്ങ അല്ല, കരുക്ക്, 2 കരുക്ക്. അവൻ കയറി അടത്തതാണ് ഈ തെങ്ങിന്ന്, ഈ കാണുന്ന തെങ്ങിന്ന്. വലിയ പൊക്കമൊന്നും ഇല്ലെങ്കിൽ പോലും എന്നാലൊരു 10 അടി പൊക്കം വരും. ആ തെങ്ങി കയറി കാണിച്ച പരിപാടിയാണ് അവൻ. അപ്പോൾ ആൾ മിടുക്കനല്ലേ. ഇത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല, ഞാൻ ഇതാക്കുന്നതുമല്ല, ആർക്കും പ്രോത്സാഹനം കൊടുക്കുന്നതുമല്ല. ഇത് തെറ്റാണ്, ആരും കാണിക്കുകയും ചെയ്യരുത്. പക്ഷെ എന്നാലും അവൻ കാണിച്ചില്ലേ, അതാണ് ഞാൻ പറയുന്നത്. കാണിച്ചു തരാം. അവനെ കൊണ്ടൊന്നും കൂടെ കയറ്റ വെക്കാം. എങ്ങനെ കയറി കരിക്ക് കുറച്ചത് എങ്ങനെ കുറച്ച്, എങ്ങനെ കയറി കുറച്ച് പല്ലിനൊടിച്ച് കയറിയാ? ഞാൻ തറയിടത് ഇട്ടാ നീ എങ്ങനെ കയറിയെന്ന് കാണിച്ചു. ഇങ്ങനെ കയറിയാ? ഇങ്ങനെ കയറിയിട്ട് എന്നിട്ട് മുകളിലെത്തിയില്ലല്ലേ, പിന്നെ എങ്ങനെ കുറച്ച്? അവിടെ തേങ്ങ എന്നത് ഒന്നുകൂടെ കയറി നോക്കട്ട്. അവിടെ നിന്ന് എങ്ങനെ പിടിച്ചിട്ടപ്പോൾ നീ തറ വീഴുന്നില്ലേ? അപ്പോൾ അങ്ങനെ പിടിച്ചിട്ടപ്പോൾ അങ്ങനെ പിടിച്ചോട്ട് തറ വീഴുന്നില്ലേ നീ? എങ്ങനെയാ കുലുക്കിയിട്ടാ? എന്നാലും നീ അവിടെ കൊള്ളാലേടാ. തിരിച്ചെങ്ങനെ അങ്ങനെ ഇറങ്ങി ഒന്ന് വീഴൂലേ? എന്നാലാൾ കൊള്ളാല്ലേ. കരിക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ വികൃതികൾ. ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസം ബുദ്ധിമുട്ടാണ്. വെക്കേഷൻ എങ്ങനെയും കഴിഞ്ഞ് സ്കൂളിൽ വിട്ടപ്പം ഇപ്പോൾ ഇന്ന് അവധി ദിവസമല്ലേ, അവധി ദിവസങ്ങൾ പിള്ളേർ കാണിക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ. എന്തായാലും കൊള്ളാം. വലിയ അപകടം നമ്മളെപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എങ്കിലും നമ്മളെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പരിപാടി. എങ്ങനെ പുതിയ കുർത്തക്കേട് ഒപ്പിക്കാന്നാണ് നോക്കുന്നത്. ഒരു കണക്കിന് നോക്കിയപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് സന്തോഷമാണ്. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുണ്ടെങ്കിൽ നമ്മളെ കൺമുന്നിലാണെങ്കിൽ കുഴപ്പമില്ല, അവൻ ചെയ്യുന്നത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആരും ഇല്ലാതെ ചെയ്യുമ്പോഴാണ് വിഷമം. മോൻ ഇതൊക്കെ ചെയ്യുന്ന നല്ലതിന് കുഴപ്പമില്ല. പാപ്പച്ചുണ്ട് കൂടെ, ആരെല്ലാം പാപ്പച്ചുണ്ട്. പക്ഷേ ആരും ഇല്ലാത്തപ്പോഴും ഇങ്ങനെയൊന്നും ഒരിക്കലും ഇതേപോലത്തെ കുരുത്തക്കേടൊന്നും കാണിക്കലും കേട്ടാ. ആരുണ്ടായിരുന്നു? ആദ്യത്തെ സഭയല്ലേ, അത് കൊച്ചു പിള്ളേരല്ലേ. വാപ്പച്ചോ ഉമ്മച്ചൊന്നും ഇല്ലാത്ത രീതി ഇങ്ങനെയൊന്നും ചെയ്യലും കേട്ടാ. ഉമ്മച്ചപ്പം ഉണ്ടായിരുന്നു, അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഉമ്മച്ച കണ്ടില്ലല്ലേ. ഇങ്ങനെയൊന്നും കയറല്ലേ കേട്ടാ മക്കളെ, കേട്ടാ. അങ്ങനെ കയറരുത്, അങ്ങനെ കയറുമ്പോൾ വീഴും മോനെ. വന്ന് വീണ കൈയും കാലൊക്കെ ഒടിയും കേട്ടാ. കൈയും കാലൊക്കെ ഒടിയും വന്ന് വീണ് കഴിഞ്ഞാൽ. നിനക്ക് നിന്നെ വിശ്വാസം ഉണ്ടാവും, പക്ഷെ നമുക്ക് നിന്നെ വിശ്വാസം ഇല്ല കേട്ടാ മക്കളെ. പറഞ്ഞാ കേട്ടാ. ഇനി അങ്ങനെ ചെയ്യലും കേട്ടാ. ഇനി ഇതെടുത്തുണ്ടോ ആദ്യം പോയിച്ചു തരാം. എന്തായാലും നീ കയറി ഇടത്തത് നിനക്ക് മാത്രമേ ഉള്ളൂ. ഇത് അവനിക്ക് മാത്രമാണെന്ന്. ഇത് അവനിക്ക് മാത്രമാണെന്ന്. നിനക്കും വേണോ? ഒന്ന് നിനക്കും ഒന്ന് അവനിക്കും തരാം. ബാ 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 ബാ